നമസ്കാരം. വെളുപ്പിന് 4 മണിയാണ് കേട്ടോ സമയം. ഇത് കണ്ണൂരിനടുത്തുള്ള ഇരുവേരിയിലുള്ള കാക്കോത്ത് ശ്രീ കാക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഏതാണ്ട് 1300 വർഷം പഴക്കമുള്ള തറവാടാണ് കേട്ടോ ഈ കാക്കോത്ത് തറവാട്. ഞങ്ങളൊരു അല്പം വൈകി ഇവിടെ വന്നപ്പോൾ എടലപ്പുറത്ത് ചാമുണ്ടി, ഇവിടെ ഇളയടത്ത് ഭഗവതി എന്നറിയപ്പെടും, ഭഗവതിയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചിരുന്നു. ഈ തുടക്കം തോറ്റമുണ്ടായിരുന്നതെന്ന് നമുക്കറിയില്ല. എന്താണേലും ഒരു പ്രത്യേക വാദ്യഘോഷമാണ് ഈ ഭഗവതിയെ എഴുന്നള്ളിക്കുമ്പോഴുള്ളത്. ഭഗവതി ഇവിടുന്ന് പുറകോട്ടാണ് നടക്കുന്നത്. ആ വലിയ മുടി വച്ചിരിക്കുന്ന ഭഗവതിയാണ് ഇത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം ഭഗവതി നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഹിത സ്ഥാനം എംബ്രാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ എംബ്രാൻ സ്ഥാനം കാക്കോത്ത് തറവാട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവർക്കാണ് കേട്ടോ. അവർ കൂടാതെ ഒരു 7 നോറ്റുകാരും കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത്. കൂടാതെ ഈ ക്ഷേത്രോത്സവത്തിന് മേൽനോട്ടം വഹിക്കാനായിട്ട് 13 തറവാട്ട് കാരണവർമാരും കൂടി ഉണ്ട് കേട്ടോ. എല്ലാ സമുദായത്തിൽ നിന്നും അതുണ്ട്. അത് നമ്പ്യാരുണ്ട്, കണിശനുണ്ട്, കുറുപ്പുണ്ട്, വിശ്വകർമ്മജരുണ്ട്, തീയരുണ്ട്, ചാലിയറുണ്ട്. ഇവരൊക്കെ കൂടാതെ പത്തകാലന്മാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം തറവാടിനും ഇതിന് സ്ഥാനമുണ്ട് കേട്ടോ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ നടത്തിപ്പിന്. അങ്ങനെ സർവ്വ സമുദായ സംഗമം കൂടിയാണ് ഈ ക്ഷേത്രോത്സവം. ഈ വീഡിയോ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഇരിക്കുന്നതുകൊണ്ടോ ഇത് ഇവിടുത്തെ ഭഗവതിയുടെ മുടിയാണ്. ഭഗവതി കറുത്ത മുഖമുള്ള തെയ്യമായിട്ടാണ് അവതരിക്കുന്നത്. ഈ മുടിവെപ്പ് ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങുമാണ്. അത് അടുത്ത പാർട്ട് വീഡിയോയിലാണുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായും വീഡിയോ 2 ഭാഗങ്ങളും നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. ഭഗവതിക്കുള്ള കലശം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കലശം ക്ഷേത്രത്തിന് മുമ്പിൽ ഉറപ്പിച്ച് വെക്കും കേട്ടോ. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ മുമ്പിലൊരു കുട പിടിച്ച് വരുന്നില്ലേ, അത് ഭഗവതിക്ക് വഴികാട്ടി വരുന്നതാണ് കേട്ടോ. തെയ്യത്തിന് വഴികാട്ടി വരുന്നതാണ്. രാവിലെ ആള് വളരെ കുറവാണ്. ഉച്ചയ്ക്ക് കാക്കോത്ത് ഭഗവതിയുടെ വരവോടുകൂടി ഈ പ്രദേശം മുഴുവൻ നിറയും കേട്ടോ ജനങ്ങളെ കൊണ്ട്. ഭഗവതി പതിയെ പുറകോട്ടാണ് നടക്കുന്നത്. എല്ലാവരും ആൾക്കാരെ പിടിച്ചാണ് ഭഗവതിയെ നടത്തിക്കുന്നത് കേട്ടോ. ഭഗവതിയുടെ വലത്തുവയ്പ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ചെണ്ടയുടെ താളം ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ചാമുണ്ടി ഭഗവതി കാക്കോത്ത് ഭഗവതിയുടെ അനുവാദം വാങ്ങിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ സുഹൃത്ത് ശ്രീജേഷ്. ചാമുണ്ടി ഭഗവതി ഇവിടെ ഉരിയാടൽ നടത്തുന്നത് കാണാം. ആൾക്കാരുമായിട്ട് കാക്കോത്ത് ഭഗവതിയായിട്ട് സംവദിക്കുന്നതാണ്. ഇനിയും നാട്ടുകാരെ കാണാനായിട്ട് ഭഗവതി വരുന്നതാണ്. ഇനിയും ഇത് മറ്റാരും പിടിക്കാതെ തനിയെ മുമ്പോട്ട് നീങ്ങി വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നാട്ടുകാരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതും അനുഗ്രഹം ചൊരിയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അധികം പെർഫോമൻസ് നടത്താത്ത ഒരു തെയ്യമാണ് ചാമുണ്ഡി തെയ്യം എന്നാണ് തോന്നുന്നത്. ഇവിടെ കലശം ഉറപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാം. കാരണം അടുത്ത തെയ്യം ഇറങ്ങുന്നതിന് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. ആകാശത്ത് ചന്ദ്രനെ നമുക്ക് കാണാം. ഇത് മീനമാസം 22-ാം തീയതിയാണ് ഉത്സവം ഇവിടെ നടക്കുന്നത്. ചാമുണ്ഡി തെയ്യം ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ കരുണാകരനുണ്ട്, ശ്രീ ബാലകൃഷ്ണനുണ്ട്. അവരൊക്കെ ഓരോ വഴിപാടുകൾ നടത്താനായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ശ്രീജേഷിൻ്റെ നാടും കൂടിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ 4 പേര്. ഒരാളൂടെ ഉണ്ടാകും, അദ്ദേഹം പൊടി അലർജി ഉള്ളതുകൊണ്ട് കുറച്ച് മാറിയിരിക്കുകയാണ്. ഇനി ചില ചടങ്ങുകളുടെ ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് ഇവിടെ അനുവാദമില്ല. അപ്പം അടുത്ത തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അടുത്ത തെയ്യം എന്ന് പറയുന്നത് തൂവക്കാളിയാണ്. തൂവക്കാളി തെയ്യമാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള തെയ്യമാണ്. അപ്പം നമുക്ക് അതുവരെ കാത്തിരിക്കാം. തെയ്യത്തെ സ്വീകരിക്കുന്നതിനുള്ള കുടധാരി വഴി തെളിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് 7 പേര് ഈ കുടുംബക്കാർ അവരാണ്. അവർ സ്ട്രോങ് ആയിട്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചാണ് ഇങ്ങനെ തെയ്യത്തിനെ വരവേൽക്കാനായിട്ട് പോകുന്നതാണ് നമ്മളീ കാണുന്നത്. വളരെ ശക്തമായി കൂട്ടിപ്പിടിച്ചാണ് ഈ പോകുന്നത്. എമ്പ്രാൻ ഉൾപ്പെടെ 7 നോറ്റുകാരോടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇതാ ഇവിടെ നിന്നാണ് തെയ്യം ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഇറങ്ങി വരുന്നത് നോറ്റുകാർ മുമ്പേ ഓടി. ഇനി അതിൻ്റെ പിറകെ തെയ്യം വരും. തെയ്യം വന്ന് കിരീടം ധരിച്ചിട്ടാണ് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. ഇവിടെ വെച്ചാണ്, ഈ പീഠത്തിൽ വെച്ചാണ് മുടി ധരിക്കുന്നത് കേട്ടോ തെയ്യം. ഇത് തൂവക്കാളി തെയ്യമാണ്. തൂവക്കാളി തെയ്യം പരദേവത തെയ്യമാണ്. അതുകൊണ്ട് വളരെ വൈബ്രൻറ്റുമാണ്, വളരെ ആക്റ്റീവുമായിട്ടുള്ളൊരു തെയ്യമാണ്. പ്രത്യേക ചൂടുകളൊക്കെയാണ് ഈ തെയ്യത്തിൻ്റെ. പതിയെ നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇതായി പോകുന്നതാണ് തൂവക്കാളി തെയ്യം. തൂവക്കാളി തെയ്യം പ്രത്യേക ചൂടുകൾ വെക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തെയ്യത്തിൻ്റെ ചൂടുകൾക്ക് അനുസരിച്ചിട്ടാണ് ചെണ്ടമേളം മുറുകുന്നതും അയയുന്നതുമൊക്കെ.
തെയ്യം ഇനി എംബ്രാനെ വിളിക്കുന്നതാണ്. അകത്തോട്ട് നോക്കി ഇനി തെയ്യങ്ങൾ തൂവക്കാളി തെയ്യവും ചാമുണ്ഡി തെയ്യവും ഇനിയും നാട്ടുകാരുടെ കരക്കാരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുകയും അതിനൊക്കെ മറുപടി പറയുകയും ചെയ്യുന്ന സമയമാണ്. ഈ വാഴക്കൊലകൾ കണ്ടോ, ഇത് ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളാണ്. പ്രസാദമായി നൽകുകയും ചെയ്യും. കൂടാതെ ഇവിടെ പ്രസാദമായി നൽകുന്ന കസ്തൂരി മഞ്ഞൾപ്പൊടി സർവ്വരോഗ സംഹാരിയ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കുളമാണ് കേട്ടോ. ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്ന സംഗതികളൊക്കെയാണ്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കാക്കോത്ത് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഏതാണ്ട് 10:30-11 മണിയോടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ നിന്നിട്ട് പതിയെ ഒന്ന് പോയി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് വരാമെന്നുള്ള തീരുമാനത്തിലാണ്. ഇവിടെ അടുത്ത് തന്നെ 2 സുഹൃത്തുക്കളുമുണ്ട്, ശ്രീജേഷുണ്ട്, സന്തോഷമുണ്ട്. രണ്ടുപേരുടെയും വീട്ടിലൊക്കെ പോയി ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത തെയ്യം വരുന്ന സമയത്തേക്ക് വരും. ആ വീഡിയോ ഞങ്ങളൊരു 2ാം പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വണ്ടി വന്നു. ഇനിയും അടുത്ത വീഡിയോ ഉടനെ തന്നെ നാളെ തന്നെ ഉണ്ടാകും. അതുവരെ എല്ലാവർക്കും നന്ദി.